നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡേറ്റയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഏകദേശം ഒന്ന് താഴെ തൊട്ട് മണ്ടയ്ക്ക് വരെയുള്ള പെർസെൻറ്റേജും അതിന്റെ കറസ്പോണ്ടിങ് മാർക്കും പിന്നെ അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കുറെ കാര്യങ്ങളും ഇതിനിടയ്ക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ഇതിനിടയ്ക്കുള്ള ഒരു പിവറ്റ് പോയിന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ മാർക്ക് നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ കഴിഞ്ഞ വർഷത്തേനേക്കാളും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ഇവിടുത്തെ പെർസെൻറ്റേജ് വരുമ്പോൾ എളുപ്പം ഒന്ന് ശ്രദ്ധിച്ചോണം. 12.7% ഒരാളുടെ മാർക്ക് വന്നേക്കുന്നത് 9.88 ആണ്. ഞാൻ ഇത് എടുത്തേക്കുന്നതിന്റെ കാരണം ആ പാസ്സാവാനുള്ള 10 മാർക്കിന് തൊട്ട് താഴെയുള്ള പെർസെൻറ്റേജിലാണ് 12.7. ഈ പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ എളുപ്പം ഒന്ന് പറയാം. നമുക്ക് 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുന്നിൽ നിന്നും 90ാമത് നിപ്പുണ്ട് എന്നർത്ഥം. അവന്റെ മുന്നിൽ ഇനിയും 10 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവൻ ഇച്ചിരി നല്ല മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയിക്കുക. അതാണ് പെർസെൻറ്റേജിനേക്കാളും. പെർസെൻറ്റേജ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ ക്ലാരിറ്റി ഉണ്ട്, ആൾ എവിടെ നിൽപ്പുണ്ട്, അവന്റെ ആ പൊസിഷനുള്ള ആ വാല്യൂ അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് പെർസെൻറ്റേജ്. മറ്റേ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ പെർസെൻറ്റേജ് 92 അതാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി അല്ല. ഇത്തിരിയുടെ ക്ലാരിറ്റിയാണ്, അവന്റെ പൊസിഷനെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പെർസെൻറ്റേജ്. അപ്പൊ ഇവിടെ 12.7 ഉള്ളത് 9.8. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ പെർസെൻറ്റേജിലും ഏറ്റവും ടോപ്പിലെ പെർസെൻറ്റേജിലും മാർക്കുകൾ ഭയങ്കര ചേഞ്ചസുകളായിരിക്കും കേട്ടോ. ഇപ്പൊ ഈ 12.7 എന്നുള്ളതൊരു 15 പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഇതിന് ചേഞ്ച് ഉണ്ടാവും. നല്ല പിന്നെ അങ്ങ് ലാസ്റ്റിൽ എത്തുമ്പോഴും ഭയങ്കര ചേഞ്ച് ആണ്. ഇതിന്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ചേഞ്ചസുകൾ ഇത്തിരി കുറയും, ആ വ്യത്യാസങ്ങൾ കുറയും. അതൊക്കെ ഞാനൊന്ന് കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഈ വർഷം നമുക്ക് ഇങ്ങനെ വ്യത്യാസങ്ങൾ ഡേ ബൈ ഡേ ഓരോ ദിവസത്തെ സെഷനിലെയും വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ചേഞ്ച്. അപ്പൊ നമുക്ക് ഈ 12.7 വേറെ ആൾക്ക് ചിലപ്പോൾ ഇതായിരിക്കില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഞാൻ കിട്ടിയത് വെച്ചുകൊണ്ടൊരു നമ്മളൊരു അസെൻഡിങ് ഓർഡറിലോട്ട് പോയേക്കാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 11 പോയിന്റ് ഒക്കെ ഉള്ളവർക്ക് 8.5 കിട്ടുന്നത്. ഞാൻ പിന്നെ താഴെ 11 പോയിന്റ് വരുമ്പോൾ 8 പോയിന്റ് ഉള്ളൂ. 12 പോയിന്റ് ആയപ്പോഴത്തേക്ക് 9 പോയിന്റ് ആയി. അപ്പൊ 13, 14 ഒക്കെ എത്തുമ്പോഴത്തേക്ക് 10 ആയിട്ടുണ്ടാവും, ജയിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് വന്നേക്കുന്നത് 18 പോയിന്റ് ആണ്. 18 പോയിന്റ് ഒരാൾക്കും ഉണ്ട്, അത് 9 പോയിന്റ് ഒക്കെയാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സെഷനിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. നെക്സ്റ്റ് 29.13 അവിടെ തൊട്ടൊക്കെ വരുമ്പോഴത്തേക്ക് 22 ആണ് വന്നേക്കുന്നത് നമ്മുടെ സ്കോർ. ഇത് പെർസെൻറ്റേജും ഇത് സ്കോറും ആണേ. ഇപ്പൊ 29.13 വന്നേക്കുന്ന സ്കോർ വന്നേക്കുന്നത് 22. അപ്പം ഞാൻ പറഞ്ഞത് 22.7 ആണ് ഏകദേശം. ഇത് ആ 29.13 വേറൊരു സെഷനിലെ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ പറഞ്ഞ താഴേക്ക് ആകുമ്പോൾ നല്ല വ്യത്യാസങ്ങളൊക്കെ ഇച്ചിരി കാണിക്കാം. ചില സെഷൻ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെ ആയിരിക്കും. ഞാനിപ്പോ ഏകദേശം ഒക്കെ എടുത്തേക്കുന്നുള്ളൂ. ഇത് വേറെ ആട് ഞാൻ നോക്കിയപ്പോ വന്നത് 30 പോയിന്റ് വന്നപ്പോ ഇത് 29 ഒരു 30 ആയപ്പോൾ ഇത് 20 കുറവാ ചെയ്തത്. സാധാരണ അങ്ങനെ സംഭവിക്കേണ്ടതല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. ഇവിടെ 30.6 കാണിച്ചേക്കുന്ന ഒരാളുടെ മാർക്ക് 20.23 ആയിട്ടാണ്. ഇതിങ്ങനെ നമുക്ക് കുറെ കളക്ട് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പൊ ഞാൻ മാക്സിമം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി. നെക്സ്റ്റ് 34 വന്നപ്പോൾ അത് 27 ആയിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 30 നിന്നും 34 ആയപ്പോൾ നമ്മുടെ 27ലോട്ട് നമ്മുടെ സ്കോർ കൂടിയിട്ടുണ്ട്. 39 പോയിന്റ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 27.9 ആയിട്ട് മാറിയിട്ടുണ്ട്. 37ൽ കിടക്കുന്ന ഒരാളുടെ മാർക്ക് 37ൽ 30 ഉണ്ട് കേട്ടോ. 37ൽ 30 ഉണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ചെറിയ ചേഞ്ചസുകൾ താഴേക്കുള്ള ഇടയ്ക്കുള്ള ഉണ്ട്. താഴേക്ക് ടോപ്പിൽ ഇത് തന്നെയാണ്, പക്ഷെ ഇടയ്ക്ക് എത്രയും ചേഞ്ചസുകൾ വരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 50%. ഈ വർഷം 38, 39, 40 ഈ റേഞ്ചിലാണേ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 50 എന്ന് പറഞ്ഞാൽ പകുതി. അതൊരു വലിയൊരു കാര്യമാണ്. 50% ഉള്ള ഒരാളുടെ മാർക്ക് 38, 39, 40 ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒന്നും വലിയ ചേഞ്ചുകളില്ല. ഇതിലേതെങ്കിലും ഒക്കെ ആവാൻ സാധ്യത ഉണ്ട് അല്ലേ. 50%കാരുടെ മാർക്ക് മീൻസ് 49.99 അത് അവർക്ക് വരുമ്പോഴൊക്കെ ഈ മാർക്കുകളായിരിക്കും, സ്കോറുകളായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്താന്ന് കേട്ടോ,
അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം 300-ലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുതിയവരിലെ പകുതി കുട്ടികൾക്കും കിട്ടിയേക്കുന്നത് 38, 39 അതിന് താഴെയാണ്. അതൊരു വലിയൊരു കാര്യം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. 50% ഈ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. ആ പകുതിക്ക് വന്നേക്കുന്നവരുടെ മാർഗം 38 ഉള്ളൂ. 300-ൽ 38 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 32%, അല്ല ഒരു 12%, 13% ഒക്കെ വന്നുള്ളൂ. 13% വന്നുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ പകുതിക്ക് കുട്ടികൾക്കും 300-ല് 13% മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നർത്ഥം. അതൊരു ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു നമ്പർ തന്നെയാണ് കേട്ടോ. 13% വാങ്ങാൻ അവർക്ക് പറ്റിയിട്ടുള്ളൂ പകുതി കുട്ടികൾക്കും. 300-ൽ പകുതി കുട്ടികൾക്കും 13%, 14% മാക്സിമം വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അതിനും കുറവായിരുന്നു തോന്നുന്നു. ഇത്തിരി ഇവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് 53-ൽ വന്നേക്കുന്നത് 53%-ൽ വന്നേക്കുന്നത് 45 മാർക്സ് ഉണ്ട്. ഏകദേശം അങ്ങനെയുണ്ട്. നെക്സ്റ്റ് 62 ഒക്കെ വരുമ്പോൾ അവിടെ ഒരു പിവറ്റ് പോയിന്റ് വരുന്നുണ്ട്. 62 വരുമ്പോൾ 57 ആണ് കാണിച്ചേക്കുന്നത്. കാരണം 53 62 ആയപ്പോൾ സ്വാഭാവികമായിട്ടും മാറുന്നതാണ്. പിന്നുള്ളത് 69. അവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. 69 അടുത്തുള്ളവർക്കെല്ലാം 69. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. എന്തുകൊണ്ടാ? 69%-ലും 69 മാർക്കും രണ്ടും ഈക്വലായിട്ട് വന്നേക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇപ്പൊ ഏകദേശം ഇതിന് അറൗണ്ട് ആണ് കേട്ടോ. എല്ലാവർക്കും നോക്കിയാൽ 69 പോയിന്റ് ഉള്ളവർക്ക് ഏകദേശം 69 തന്നെയാണ് അവരുടെ സ്കോറും. പെർസെന്റേജിലും സ്കോറും ഈക്വൽ ആയിരിക്കുന്ന ഒരു പോയിന്റ് ആണ് അത്. 69. പിന്നുള്ളത് 75-ലോട്ട് കയറിയപ്പോൾ മാർക്ക് 80. ഇനി ഇവിടെ വെച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് കേട്ടോണേ. ഇവിടെ പെർസെന്റേജില് ഇത് സ്കോറ്, പെർസെന്റേജിനേക്കാളും സ്കോർ കുറവാണ്. കണ്ടോ, ഇവിടെ എല്ലാം പെർസെന്റേജിനേക്കാളും സ്കോർ കുറവാണ്. ഇവിടെ ഉണ്ട് പെർസെന്റേജ് 53, സ്കോർ 45 ഉള്ളൂ. ഇത് കുറവാണ്. ഇതിങ്ങനെ മണ്ടയ്ക്കോട്ട് പോകുന്നതോറും നേരെ തിരിച്ചാവും. ഒരു സമയത്ത് ഈക്വലാവും, നെക്സ്റ്റ് അങ്ങോട്ട് സ്കോർ കൂടി തുടങ്ങും. ആ പോയിന്റ് ആണ് 69 ആണ്. രണ്ടും തമ്മിൽ ഏകദേശം പോയിന്റ് സൈഡ് ചെയ്തേക്കുന്നത്. ഇനി അങ്ങോട്ട് കണ്ടോ, പെർസെന്റേജ് 75, സ്കോർ 80 ആയി, കവർ ചെയ്തു. മീൻസ് പെർസെന്റേജിനെ കവർ ചെയ്ത് സ്കോർ മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വളരെ കുറവായിരിക്കും. 75-ല് 80 ഉണ്ട്. പിന്നെ 80-ൽ ഏകദേശം 94.5 ആണ് സ്കോർ 80%-ല്. പിന്നുള്ളത് 86-ൽ വന്നേക്കുന്ന ഏകദേശം 116 ആണ് സ്കോർ വന്നേക്കുന്നത്. 88-ല് 123 ഉണ്ട്. 88, 123. അപ്പൊ ഇതൊക്കെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. 88 പോയിന്റ്, 123 പോയിന്റ്. ഞാൻ ആ ഡെസിമൽ അവിടെ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ അത്രയൊക്കെയാണ് 80s-കളിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് 90s-ലോട്ട് കയറിയപ്പോൾ 132-ലോട്ടാണ് മാർക്ക് മാറിയത് കേട്ടോ. വളരെ ചേഞ്ച് ആണ് കേട്ടോ. 92 കണ്ടോ, ഇവിടെ കണ്ടോ, നല്ല ചേഞ്ച് ആണ് വന്നേക്കുന്നത്. ഇനി അങ്ങനെ ഇനിയിപ്പോ പെർസെന്റേജ് വളരെ പതുക്കെയായിരിക്കും കൂടുന്നത്, പക്ഷെ മാർക്ക് വളരെ സ്പീഡിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 92-ൽ ഇതാണ്. നെക്സ്റ്റ് 94.3-ൽ വന്നേക്കുന്നത് ഏകദേശം 158 ആണ് കേട്ടോ. മാർക്ക് കണ്ടോ, വളരെ സ്പീഡിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 94-ൽ അതാണ്. നെക്സ്റ്റ് 96 വന്നപ്പോൾ അത് 180-ലോട്ടാണ് കൂടുന്നത് കേട്ടോ. വളരെ ചേഞ്ച്. 94-ൽ നിന്ന് 96 ആയതേ ഉള്ളൂ. ബട്ട് അവരുടെ മാർക്ക് നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുന്നത് 180 ആയി. 97 പോയിന്റ് ഉള്ള ഒരാൾക്ക് ഞാൻ ഇവിടെ കണ്ടേക്കുന്നത് 200 ആണ് കേട്ടോ. 97.7-ല് 200 മാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ 200 എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മാർക്കാണ്. 300-ൽ 200 അല്ലേ. 97. പിന്നെ നെക്സ്റ്റ് പിന്നെ കിട്ടിയെന്ന് ഒരെണ്ണം കൂടെ നമുക്ക് മതി നോക്കാൻ. 99.14 അതാണ് ഒരു കറക്റ്റായിട്ട് കിട്ടിയതാണ്. 234 ഉണ്ട് കേട്ടോ. നോക്കി, 97-ൽ നിന്ന് 99% വെറും 2 പോലും ആയിട്ടില്ല. പക്ഷെ മാർക്ക് കണ്ടോ 234. ഇനിയിപ്പോ അങ്ങനെ വരുമ്പോൾ 99.5-ലോട്ട്, ഇതിപ്പോ 99.14 ആയതേ ഉള്ളൂ. ഇനിയിപ്പോ 99.5-ലോട്ട് കയറുമ്പോൾ ഈ 234 ഒക്കെ ഒരു 270-ലോട്ടൊക്കെ വരെ പോകാം
കേട്ടോ. അപ്പൊ അതൊക്കെ അത്ര എനിക്ക് കിട്ടിയിട്ടില്ല, ഇത്രയാണ് ഇനിയിപ്പോ കിട്ടിയ ഡേറ്റാസുകൾ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് എല്ലാം ഒന്ന് കണ്ട് ഒരുമിച്ചൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇത് ഇട്ടിരുന്നു കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു പല സെഷനിലും ചേഞ്ചസുകളൊക്കെ ഉണ്ടാവും, അല്ലാതെ കറക്റ്റ് അല്ല, എന്നാലും ഇത് ഏതൊക്കെയോ സെക്ഷനിൽ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് മാർക്കുകളും പെർസെന്റേജുമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിനിടയ്ക്ക് 42കാരന് 31 ഉണ്ട്, 42ൽ 31 ഉണ്ട് കേട്ടോ. ഞാനത് 42ൽ 31 അവരുടെ ഒരാളുടെ പെർസെന്റേജ് ഉണ്ടോ. 37 നിന്നും 42 ആയപ്പോൾ 30 നിന്നും 31 ചെറിയ ഒരു വ്യത്യാസം കൂടിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ വളരെ ചേഞ്ച് ആണ്, ഭയങ്കരമായിട്ട് സ്പീഡ് കൂടും. ഇതൊന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ബാക്കി ലാസ്റ്റിലൊക്കെ ഇനി ഉള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരുടെയും നമുക്ക് കിട്ടിയിട്ടില്ല, ഫുൾ ആൾക്കാർ ഞാൻ ഏകദേശം ഒന്ന് കിട്ടി ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങളൊന്ന് കാണിച്ചാണ് കേട്ടോ. 12 പോയിന്റ് തൊട്ട് 99 പോയിന്റ് വരുമ്പോൾ 9 പോയിന്റിൽ നിന്നും 234 വരെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം മാർക്ക് എത്ര എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാക്സിമം ഡേറ്റാസുകളും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസുകളും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, എല്ലാവർക്കും ഒത്തിരി പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം ഒരു നിൽക്കട്ടെ, അല്ലാതെ നമുക്ക് ഇപ്പം മാർഗമൊന്നുമില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.